തുടങ്ങി ആസുരഭാവം പൂണ്ട് ചെണ്ടയിൽ നോക്കുതാളം മുറുകി. പടനായകനായി ദൈവിക പരിവേഷം ലഭിച്ച നായകന്റെ പുറപ്പാടാണ്. തലയിൽ തൊപ്പിയും മുഖത്ത് തത്തക്കുറിയും, നെഞ്ചിൽ കൂമ്പാളയും അരയിൽ അരയടയും, ഏലസും പടിയുറുക്കും, ഇരുകൈകളിലും കൈപ്പടവും കാലിൽ ചിലമ്പു പണിഞ്ഞാണ് പടനായകനായ നായരുടെ വെള്ളാട്ട്. കോഴിക്കോട് കണ്ണാടിക്കൽ പാട്ടാംകുളങ്ങര ഗുരുഭഗവതി കാവിലാണ് ഇത്തവണയും നായർ വെള്ളാട്ട് അരങ്ങേറിയത്. അപൂർവം നായർ തറവാടുകളിലെ കാവുകളിലാണ് ഈ പടവീരന്മാരുടെ വെള്ളാട്ടും തിറയും അരങ്ങേറുന്നത്. പണ്ടത്തെ പടത്തലവന്മാരുമാതിരി തൊപ്പി, അരഞ്ഞാണം, കത്തി ഇതൊക്കെയാണ് വെച്ച് കെട്ടിയിട്ടാണ് ഇത് വേഷം മുറ്റത്തെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഈ വേഷത്തിൻ്റെ പ്രധാന പ്രത്യേകത പയറ്റ് കാര്യങ്ങളാണ്. എങ്ങനെയായിരുന്നോ ഇവിടെ അവരുടെ തലമുറ, അവരുടെ ഗുരുകാരണന്മാർ, അവരുടെ ഗുരുക്കന്മാർ ചെയ്തു പോകുന്ന ആ ആയോധന കലകളെല്ലാം ഇവിടെ അഭ്യസിച്ച് കാണിക്കുന്നതാണ്. ആയോധന കലകളിൽ അഗ്രഗണ്യനാണ് നായർ പടയാളി. ആ കഴിവുകൾ ഓരോന്നും ഭക്തർക്കു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് നായർ വെള്ളാട്ടിലെ രീതി. തൊഴുതു കുമ്പിട്ട് പുറപ്പാടാരംഭിക്കുമ്പോൾ കൈകളിൽ കുന്തവുമായാണ് പകർനാട്ടക്കാർ കാവിന്റെ തിരുമുറ്റത്തെത്തുന്നത്. പിന്നെ ചെണ്ടയുടെ താളത്തിനൊത്ത് ചടുല താളത്തിൽ ചുവടുവെക്കും. കൂടെ മെയ്യഭ്യാസവും ആയുധമികവും പ്രദർശിപ്പിക്കും. വെള്ളാട്ടിന്റെ അവസാനമാകുന്നതോടെ കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തിയുള്ള വാൾപ്പയറ്റും കനലാട്ടവും കാഴ്ചവിസ്മയം തീർക്കും. ചെണ്ടയുടെ താളം ഉച്ചസ്ഥായിലെത്തുന്നതോടെ രൗദ്രഭാവം പൂണ്ട നായർ പടവീരന്മാരുടെ മുടിയഴിക്കും. തങ്ങളുടെ ഇഷ്ടമൂർത്തിയെ നേരിട്ട് കണ്ട പ്രതീതിയാണ് ഉത്സവത്തിനെത്തിയ ഓരോ ഭക്തർക്കും നായർ വെള്ളാട്ടിലൂടെ അനുഭവപ്പെട്ടത്. അതോടൊപ്പം അഞ്ചടിയിലും തോറ്റമ്പാട്ടിലും വാമൊഴിയിലും കേട്ട നായർ പടവീരന്മാരുടെ വീരഗാഥകൾ നേരിട്ട് കണ്ട പ്രതീതിയും. കാവും കെട്ടിയാട്ടവും ഉള്ളിടത്തോളം കാലം മൺമറഞ്ഞ വീരനായകന്മാരുടെ വീരചരിതവുമായി ദൈവിക കോലധാരികൾ തിറയിലും വെള്ളാട്ടിലൂടെയും നിറഞ്ഞാടും. ETV ഭാരത്, കോഴിക്കോട്.